എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെ എല്ലാവരെയും വളരെയധികം വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു. കുറച്ച് കുട്ടികൾ ചേർന്നിട്ട് നമ്മുടെ അതായത് നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻറ്റ് കുറച്ച് കുട്ടികളെ റാഗ് ചെയ്തതിൻ്റെ, അതായത് ആ കുട്ടികളുടെ ശരീരത്തിൽ ആകമാനം ബ്ലേഡ് കൊണ്ടും അതുപോലെ കോമ്പസ് കൊണ്ടും ഒക്കെ വരഞ്ഞിട്ട് ആ ഒരു ശരീരത്തിൽ ലോഷനും അതുപോലെ തന്നെ ഫേസ് ക്രീമുകളൊക്കെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ആ കുട്ടികളുടെ ജനനേന്ദ്രിയ ഭാഗത്ത് ഡമ്പൽ കെട്ടി തൂക്കിയിടുക. അങ്ങനെയൊക്കെയുള്ള ഓരോ നീച കൃത്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, വാർത്തകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതിൽ 4-5 കുട്ടികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ളൊരു റിപ്പോർട്ട് വന്നതെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് ഒരിക്കലും നഴ്സിംഗ് പഠനം അനുവദനീയമല്ല, അവരതിന് അർഹിക്കുന്നില്ല എന്നൊരു വിധിയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഒരു ചാനലിൽ, അതായത് ജോൾസ്റ്റാൾക്ക് എന്ന് പറയുന്ന ചാനലിൽ വന്ന ഒരു ഭീകര ദൃശ്യമാണ്. അതിൻ്റെ ഒരിത്തിരി ഒരു ഭാഗം മാത്രമേ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് അവർ ഫുൾ ഇട്ടിട്ടൊന്നുമില്ല. പക്ഷേ അതവർക്ക് ഗൾഫിൽ നിന്നും ആരോ അയച്ചു കൊടുത്ത ഒരു ഇതാണ്. സംഭവം എന്ന് വെച്ചാൽ 19 വയസ്സ് മാത്രം പ്രായമായ ഒരു കുഞ്ഞു കുട്ടിയുടെ, അല്ലെങ്കിൽ മുതുക്കൻ തന്നെ ആവട്ടെ, എത്രയോ പ്രായമുള്ളത് ആവട്ടെ, പക്ഷേ നമുക്കതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് 19 വയസ്സുള്ളൊരു പൊന്നുമോനെ കട്ടിലിൽ ഇങ്ങനെ കിടത്തിയിട്ട് അവൻ്റെ ശരീരം മുഴുവനും കോമ്പസ് കൊണ്ടും ബ്ലേഡ് കൊണ്ടും വരഞ്ഞിട്ട് ആ ഒരു ശരീരത്തിൽ ലോഷൻ തേച്ച് കൊടുക്കുന്നു. അവനെ കരയാൻ പോലും അനുവദിക്കുന്നില്ല. ആ ഒരു നീചമായിട്ടുള്ള, നികൃഷ്ടമായിട്ടുള്ള ആ ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇപ്പോൾ കാണാൻ പോകുന്നത്. മനക്കരുത്തുള്ളവർ മാത്രം കണ്ടാൽ മതി. ഒരുപാട് സമയമൊന്നും ഇല്ല, എന്നാൽ പോലും അത് കാണുന്നത് തന്നെ കഷ്ടം. ആ ഒരു കുഞ്ഞ് കിടന്നു കൊടുക്കുന്നത് കാണുമ്പോഴുണ്ടല്ലോ ഹൃദയം കത്തിപ്പോകുന്നു, അത്രയ്ക്ക് വിഷമം തോന്നുന്നു. കാരണം ആ ഒരു ഇതിൽ ശരിക്കും എനിക്കത് കണ്ടപ്പോൾ എൻ്റെ മക്കളെയാണ് എനിക്കതിൽ ഓർമ്മ വന്നത് പെട്ടെന്ന് അത് കണ്ടപ്പോഴത്തേക്ക്. ഏതായാലും ഒരു മനുഷ്യ കുഞ്ഞല്ലേ, അല്ലെങ്കിൽ ഒരു മൃഗം തന്നെ ആവട്ടെ, എന്ത് വേദനയാണ് സത്യം പറയുകയാണെങ്കിൽ. ഈ നീചന്മാരുണ്ടല്ലോ, എന്തായാലും അത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ആ കുഞ്ഞ് അയ്യോ എന്ന് പറഞ്ഞിട്ട് അവൻ കരയുന്നുണ്ട്, അവൻ കിടന്നുകൊണ്ട് കരയുന്നുണ്ട്. ആ കുഞ്ഞിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവനോട് പറയുന്നുണ്ട് കണ്ണടച്ചോ കണ്ണടച്ചോ എന്ന് പറയുന്നുണ്ട്. എന്താ ഇത് കേരളം തന്നെയാണോ? ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ മുഖ്യമന്ത്രിക്കൊന്നും ഒന്നും മിണ്ടാനില്ലേ? ആരും പ്രതികരിക്കുന്നില്ലേ ഇതിനെതിരെ? നമുക്കൊരു ഭരണ സംവിധാനം ഇല്ലേ? ഇവരെല്ലാവരും മൗനം ഭജിക്കുകയാണോ? മനസ്സിലാവുന്നില്ല. സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പ്രതികരിച്ചേ മതിയാവൂ. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് എങ്ങോട്ടാണ് നമ്മുടെ നാടിൻ്റെ ഈ പോക്ക്? ഇതെവിടെ ചെന്ന് അവസാനിക്കും ഇങ്ങനെയാണെങ്കിൽ? ഒന്ന് ഓർത്തു നോക്കൂ, ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഓരോ ദിവസവും ഇതുപോലെയുള്ള വാർത്തകൾ ഇങ്ങനെ കേട്ട് 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 ചെവി വരെ മരവിച്ച് പോവുകയാണ്. അമ്മാതിരിയുള്ള വാർത്തകളാണ്. ഇത്രയും കുട്ടികൾ ചേർന്നിട്ട് ഈ കുട്ടികളെ, ഇന്നിപ്പോൾ കേട്ടത് ഒരു വാർത്തയെന്ന് വെച്ചാൽ ഈ ഒരു കേസ് കെട്ടിൽ ബാക്കി ഒരു 2-3 കുട്ടികളും കൂടി കംപ്ലൈൻറ്റ് കൊടുത്തു എന്നാണ് ഇന്നിപ്പോൾ അറിയാൻ സാധിച്ചത്. ഈ ഒരു കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ഇത് കാണുമ്പോൾ അവരുടെ അവസ്ഥ എത്ര ഭീകരമായിരിക്കും? അവർക്കിത് എങ്ങനെ സഹിക്കാൻ പറ്റും? ഈ കുഞ്ഞുങ്ങൾ അനുഭവിച്ച വേദന അത് എത്രത്തോളം ഭീകരമായിരിക്കും? നമ്മളുടെ ദേഹത്ത് ഒരു സേഫ്റ്റി പിന്നും കൊണ്ട് ഇങ്ങനെ ഒരു കുത്തു കൊണ്ടാൽ തന്നെ നമുക്കത് സഹിക്കാൻ പറ്റില്ല. 2 പ്രസവിച്ച ആളുകളാണ് നമ്മളൊക്കെ, പെണ്ണുങ്ങൾ. എന്നാൽ പോലും കുക്ക് ചെയ്യുന്ന സമയത്ത് കറിക്കത്തി കൊണ്ട് കൈയൊന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ ഊന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ഈ ഒരു കുഞ്ഞുങ്ങൾ അനുഭവിച്ച വേദന, അതും അതിൻ്റെ എടുത്ത് പറയുന്നു കണ്ണടച്ചോ കണ്ണടച്ചോ എന്ന്. നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യുന്ന സമയത്ത് പല സാഹചര്യങ്ങളിലും നമ്മുടെ കൈ മുറിയും. പക്ഷെ ആ ഒരു സമയത്ത് നമ്മളൊരു പ്ലേറ്റ് കഴുകാനായിട്ട് തുടങ്ങുമ്പോൾ പോലും ആ ഒരു സോപ്പിൻ്റെ പതയൊന്ന് കയ്യിൽ തട്ടുമ്പോൾ വല്ലാണ്ട് നീറ്റൽ അനുഭവിക്കും. അപ്പോൾ അതേസമയം ഈ കുഞ്ഞുങ്ങളുടെ ദേഹം മുഴുവനും വരഞ്ഞു വച്ചിട്ട് ലോഷനാണ് തേച്ചിരിക്കുന്നത്. ആ കുട്ടിക്ക് എന്തുമാത്രം നീറ്റിലെടുക്കും, എന്തുമാത്രം വേദന ഉണ്ടാവും? ഇത് കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് ഇവന്മാർ, വായി നോക്കികൾ. ഇങ്ങനെയുള്ളവന്മാരെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. ഇവനൊക്കെ അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ കുറേ എണ്ണത്തിനെ
കുറേ നാളത്തേക്ക് കൊണ്ടുപോയി ജയിലിലിട്ട് അടച്ചു പൂട്ടിയിടും. കുറേ കഴിയുമ്പോൾ ഇവനൊക്കെ കൂളായിട്ട് ഇറങ്ങി വരും. കാരണം ഇവനൊക്കെ കാശുള്ള വീട്ടിലെ മക്കളല്ലേ, ഇവരൊന്നും അധിക നാളൊന്നും എങ്ങും കിടക്കത്തില്ല. എന്തിനാ ഇവനെയൊക്കെ തീറ്റിപ്പോറ്റുന്നത്? നല്ല കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവന്മാർക്ക്, എന്നാലേ പഠിക്കൂ. ഇവന്മാരുടെ ഒന്നും പ്രായമൊന്നും നോക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഇത്രയും നീചമായ പ്രവൃത്തി ചെയ്യാനുള്ള ആ ഒരു മനക്കരുത്ത് ഇപ്പോഴേ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇവനൊക്കെ ഭാവിയിൽ എന്തായി തീരും ഓർത്തു നോക്കൂ. ഇങ്ങനെയുള്ളവന്മാർക്കൊക്കെ ജയിലിൽ വിടുന്നതിന് മുമ്പായിട്ട് പൊട്ടിക്കണം, നല്ല പൊട്ടീര് കൊടുക്കണം പോലീസന്മാർ. ശരിക്കും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ വല്ലാണ്ട് തകർന്നു പോയി. ഭയങ്കര വിഷമം തോന്നി കണ്ടപ്പോഴത്തേക്ക്. എനിക്കറിയില്ല ഈ ഒരു വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ സ്ട്രൈക്ക് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. ആഡ് സ്യൂറ്റബിലിറ്റി കാണിക്കാനും ചാൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിസ്ക് എടുത്ത് ഈ ഒരു വീഡിയോ ഇട്ടത്. കാരണം യൂട്യൂബിന് ഒരുപാട് പോളിസികളുണ്ട് ഇടുന്ന വീഡിയോയ്ക്ക്. ബ്ലറർ ചെയ്തിട്ടൊക്കെ ഇടേണ്ടതാണ്. ഞാൻ അങ്ങനെ കൂടി ചെയ്തിട്ടില്ല. എന്തായാലും നമ്മുടെ മക്കളെങ്കിലും അല്ലെങ്കിൽ ഇനിയുള്ള തലമുറകളെങ്കിലും ഇങ്ങനെയൊന്നും ആയിപ്പോവാതിരിക്കട്ടെ. കുറേ സിനിമകളുണ്ട് ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾ. കുട്ടികളിൽ എങ്ങനെ കുറ്റവാസന കൂടും ആ രീതിയിലല്ലേ സിനിമകൾ. ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് ഓരോ സ്ഥലങ്ങളിലും. പണ്ടൊക്കെ ഇതുപോലെയൊക്കെയുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്ക് തെരുവ് നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനൊന്നുമില്ല. ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം അതിനൊന്നും ആർക്കും വയ്യ. എന്തുണ്ടായിട്ടെന്താ? മൊബൈലിലിരുന്ന് കുത്തിയിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മാതിരി കാര്യങ്ങളല്ലേ. അതും കണ്ടുകൊണ്ടിരുന്നിട്ട് അല്ല അതും അങ്ങോട്ട് ഉപയോഗിക്കും. കഞ്ചാവോ അതിനപ്പുറത്തുള്ള അതുക്ക് മേലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ആളുകൾക്ക് പലതും തോന്നും. എന്നാലും മനസ്സ് ഇത്രയും കരിങ്കല്ലായി പോകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളത്. ചുമ്മാതാണോ ഇവനൊക്കെ സ്വന്തം തന്തേരെയും തള്ളേരെയൊക്കെ കഴുത്തിന് കത്തി വയ്ക്കുന്നത്? സ്വന്തം തന്തയുടെയും തള്ളയുടെയും കഴുത്തിന് കത്തി വെക്കാൻ ധൈര്യമുള്ള മക്കൾ ഇതും കാണിക്കും, ഇതിനപ്പുറവും കാണിക്കും അല്ലേ? അങ്ങനെയൊക്കെയല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയല്ലേ ഇപ്പോൾ ഫാഷനായിട്ട് വന്ന് നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ വല്ലാത്ത വേദന ഉണ്ടാക്കി. ആ കുട്ടികൾ അനുഭവിച്ച വേദനയെക്കുറിച്ച് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് നല്ല വിഷമമുണ്ട്. എന്തായാലും ഇതേ പറ്റിയിട്ട് കൂടുതലൊന്നും പറയുന്നില്ല. അവന്മാർക്ക് നല്ല അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടട്ടെ. ഒരിക്കലും പ്രായത്തിൻ്റേതായിട്ടുള്ള പോലും ഒരു ഇളവുകളും അവന്മാർക്ക് കിട്ടാൻ പാടില്ല. കാരണം അവന്മാരതൊന്നും ഒട്ടും അർഹിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു ഇളവ് കൊടുത്തവനെയൊക്കെ ഇറക്കി വിട്ടാലും ഇവനൊക്കെ നാളെ ഇതിനപ്പുറം തന്നെ കാണിക്കും. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഇളവ് ഇവന്മാർക്ക് കിട്ടാനും പാടില്ല. ഇവന്മാരൊക്കെ നല്ല വള്ളി ചൂരലിന് മുതുവാരി പൊളക്കെ കൊടുക്കട്ടെ സാറന്മാർ. അതേ എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.